ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സംഭാരം എങ്ങനെ ഈസി വേയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സംഭാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് ഞാൻ വിശദീകരിച്ച് തരാം. ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലൊക്കെ സംഭാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ തൈരിനെ ഉടച്ച് മോരാക്കി അതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, ഉള്ളിയൊക്കെ ചതച്ചിട്ട് അതിനെ പിന്നെ കുടിക്കുന്ന ഒരു ദാഹശമനിയാണ് സംഭാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഗൈസ്. ചെറിയ ഉള്ളി ഞാനൊരു 3 ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്, അതിനെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ജിഞ്ചറാണ്, ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, പിന്നെ ഇത് പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം. ഇതൊരു മീഡിയം എരിവുള്ള സൈസ് പച്ചമുളകാണ്, അതുകൊണ്ട് ഞാനൊരു 3 പീസസ് എടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. ഞാൻ സാധാരണ ഉറയൊഴിച്ച് വെക്കുന്നത് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ, ചില്ല് പാത്രത്തിനകത്ത് തൈര് ഒഴിച്ച് വെക്കും. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള, ഞങ്ങളുടെ കുടുംബത്തിലോട്ട് ആവശ്യമുള്ള സംഭാരം ഉണ്ടാക്കാനുള്ള തൈര് എനിക്ക് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം തൈര് ഒഴിച്ച് വെച്ചാൽ ഒരു 2 ദിവസം വരെ അത് പുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ 3-ാം ദിവസം അത് എടുത്ത് ഉപയോഗിക്കാം. ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും പകുതി തൈര് ഞാൻ ഉടച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ പോർട്ടബിൾ മിക്സി എന്ന് പറയും. ഇത് $15 കൊടുത്ത് ഞാൻ ആമസോണിൽ നിന്നും എൻ്റെ മോനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. ഇത് ഒത്തിരി ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുവാണ്. കാരണം നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് പിന്നെ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കൊന്നും വേണ്ട. പിന്നെ 500 മില്ലി വരെയുള്ള ഒരു ജ്യൂസറാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും സ്മൂത്തി ഉണ്ടാക്കാനും അത്യാവശ്യം നമ്മുടെ തൈര് ഉടയ്ക്കാനും ഒക്കെ നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മളിത് ആദ്യം മേടിക്കുമ്പോൾ തന്നെ ഇത് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. മിക്സി ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ജാറ് തന്നെ ആകുമ്പോൾ നമുക്ക് കപ്പിൻ്റെ ആ ഒരു രീതിയിൽ ജാർ എടുത്തിട്ട് നമുക്ക് തിരിച്ച് ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അടപ്പുണ്ട്. അടപ്പടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കപ്പ് മാതിരി യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനെ ഉടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടൈറ്റായിട്ട് അടയ്ക്കണം. അതിനുശേഷം ഇതേ നമ്മളിങ്ങനെ ബട്ടൺ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. അപ്പം ഇത് ഞാൻ ഓൾറെഡി ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്തോളൂ. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. കേട്ടോ, നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത്. തൈരാകുമ്പോൾ ഒത്തിരി ഉടയാനൊന്നുമില്ല. അപ്പം നമ്മൾ അത് ചെയ്തപ്പം അത് ഓഫ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ തൈരിനെ ഇപ്പം നമ്മൾ മോരാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ മോര് മതി നമുക്ക് എടുക്കാൻ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ട: മോര്, തൈര്, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനം. പിന്നെ ഇത് ഞാനൊരു ക്രഷറാണ്. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. എനിക്ക് ഒത്തിരി ബെനിഫിറ്റ് ആയിട്ട് തോന്നിയൊരു സാധനമാണ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് നമ്മളെല്ലാ കറിക്കകത്തും, ഇപ്പം മീൻ വെച്ചാലും ഇറച്ചി വെച്ചാലും പച്ചക്കറി വെച്ചാലും ഒക്കെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ എല്ലാത്തിനകത്തും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചതച്ചിടുന്നതാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. നമ്മളിങ്ങനെ വെറുതെ അരിഞ്ഞെടുത്തതിനേക്കാളും അതിൻ്റെ എല്ലാ സത്തും കിട്ടണമെങ്കിൽ നമ്മളത് ചതച്ചിടണം. അപ്പോൾ ചതയ്ക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ വാങ്ങിച്ചൊരു സ്മോൾ ക്രഷറാണ്. ഇത് ആമസോണാണ്, ടെമോ എന്നാണ്, ഞാൻ ഓർക്കുന്നില്ല. ഇത് വാങ്ങിച്ചിട്ട് 5-6 മാസം ആയതാണ്. ഞാനിത് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാനിത് ഈ മിക്സിക്കകത്തിട്ട് അരയ്ക്കുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ക്രഷ് ചെയ്തിടാം. ഇതാണ് അതിൻ്റെ ബ്ലേഡ്, ഒരു സ്മോൾ ബ്ലേഡ് ഉണ്ട്. ഇതിങ്ങനെ കറങ്ങുമ്പോഴാണ് നമുക്കിതെല്ലാം അരിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെക്കണം. അതിനുശേഷം ഈ ഇഞ്ചിയ, നമ്മുടെ ഈ ഉള്ളി, അതുപോലെ നമ്മുടെ പച്ചമുളക്, നമ്മുടെ കറിവേപ്പില, ഇത്രയും സാധനത്തിനെ നമ്മൾ എടുത്തിട്ട് ഇതിന് ഈ നടുക്ക് കാണുന്ന ഇതുണ്ടല്ലോ, ഇത് ഈ ഹോളിലോട്ട് വരണം. ആ രീതിയിൽ അടച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിത് അടയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നടുക്ക് ആക്കിയിട്ട് പിന്നെ നമ്മളിങ്ങനെ ടൈറ്റ് ആക്കണം. അപ്പോൾ ടൈറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കും. അപ്പം നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, നമ്മളിത് മാനിത് കറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ജസ്റ്റ് കൈകൊണ്ട് ഇത് ചെയ്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്കിത് ഫ്രഷായി കിട്ടും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൈക്ക് ഒരു എക്സസൈസും കൂടെ കിട്ടുന്നതായിരിക്കും. നമ്മൾ മാനുവലിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്നും, ഞാൻ ഈ സാധനം എല്ലാ ദിവസവും എൻ്റെ കുക്കിങ്ങിൻ്റെ സമയത്ത് ഈ പാത്രം ഞാൻ ഉപയോഗിക്കാറുണ്ട്. എനിക്കത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ സംഭാരം ഉണ്ടാക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്യണം. മിക്സി വെച്ച് അരച്ചിട്ടുണ്ടെങ്കിൽ അരിഞ്ഞു പോകും. അപ്പോൾ അത് രസമില്ല. ഈ സംഭാരത്തിനകത്ത് കുറച്ചിങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ് കാണാൻ നല്ല സ്റ്റൈലുള്ളത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വലിച്ച് അങ്ങ് വിട്ടാൽ മതി. ഈസിയാണ്, ഒരു ഭാരമില്ല. ഈസിയായിട്ട് ആർക്കും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതുകൊണ്ടോ, ഇത് നോക്ക്, നല്ല പോലെ ക്രഷ് ആയിട്ടുണ്ട്. കണ്ടോ? നമുക്ക് ഇനി ക്രഷ് ആകണമെങ്കിൽ വീണ്ടും ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു ലെവലിൽ ചെയ്യുന്നതാണ് എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടം. അപ്പം ഞാനിത് ഇങ്ങനെ ഇതിനകത്തുനിന്ന് മാറ്റി ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഇതെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റുന്നു.
ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ബ്ലേഡ് ഇവിടെ നിന്ന് മാറ്റണം. ഓക്കെ, ഇനി നമ്മൾ സംഭാരം ഉണ്ടാക്കാനായിട്ട് ഒരു വലിപ്പമുള്ള മഗ് എടുക്കണം. സാധാരണ ഞാൻ ഒരു കപ്പ് ഇതാണ് നമ്മുടെ സ്റ്റീൽ കപ്പ്. അപ്പം നമ്മുടെ പ്ലാസ്റ്റിക് പാത്രമൊന്നും മോരുണ്ടാക്കാനോ തൈരെടുക്കാനൊന്നും ഉപയോഗിക്കരുത്. അത് പുളി ഉള്ളത് കൊണ്ട് നമ്മളെപ്പോഴും സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ചില്ല് പാത്രമോ ഒക്കെ വേണം ഉപയോഗിക്കാൻ സംഭാരം ഉണ്ടാക്കുമ്പോൾ. അപ്പം നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് എന്ത് ചെയ്യണം, ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇടുക. ഓക്കെ, ചതച്ചിട്ടതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ആവശ്യത്തിന് ഉപ്പിടുക. ഇതാണ് നമ്മുടെ ഉപ്പ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പം ഈ തൈര് ഇതാണ്. അപ്പം ഇതിപ്പം വെള്ളം ചേർക്കാത്ത തൈരാണ്. അപ്പം നമ്മൾ വെള്ളം ഒരു പകുതി, അതായത് 2:1 രീതിയിൽ നമുക്കിത് സംഭാരത്തിന് ഉപയോഗിക്കാം. അതായത് ഇപ്പം ഇതിനകത്ത് ഇപ്പം ഇത് 500 മില്ലി തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 500 മില്ലി വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ഇനി കൂടുതൽ പുളി ആവശ്യമാണെങ്കിൽ നമുക്കത് 500 എന്നുള്ളത് കുറയ്ക്കാം. ഒരു 250 ml വെള്ളം ചേർത്താൽ മതി. സാധാരണ ഞാൻ 2:1 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒത്തിരി നമുക്ക് പുളി വരത്തുമില്ല. കാരണം ഇത് 3 ദിവസത്തോളം ഞാൻ പൊടിപ്പിച്ച മോരായതുകൊണ്ട് ഇതിനാവശ്യത്തിനുള്ള പുളിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇച്ചിരി വെള്ളം കൂടെ ചേർക്കേണ്ടതുകൊണ്ട് 1 സ്പൂണും കൂടെ 1.5 സ്പൂൺ ഉപ്പിട്ടു. കാരണം തൈരിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർന്നില്ലെങ്കിൽ അതിനൊരു രുചി ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആക്കി വെച്ചിരിക്കുന്ന തൈരിനെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കണം. ഇതാണ് കേസ്, നിങ്ങൾക്ക് കാണാൻ നല്ല പോലെ ഇത് പിന്നെ മോരായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈസി വേയിൽ ജസ്റ്റ് ഒന്ന് ബട്ടൺ അമർത്തിയാൽ മതി. നല്ല ഒരു ഇതാണ് ബെനിഫിഷ്യൽ. ഇത് ആർക്ക് വേണേലും ആമസോണിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. വളരെ നമുക്കിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇപ്പം രാവിലെ സമയത്ത് നമുക്ക് വർക്കിംഗ് വുമണിനൊക്കെ കിച്ചണിലോട്ട് കുക്കിംഗ് ഈസി ആക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പം മിക്സി ആണെങ്കിൽ നമുക്കറിയാം ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് മിക്സിയുടെ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നമുക്ക് 500 മില്ലി താഴെയുള്ള എന്ത് സാധനത്തിനും, പ്രത്യേകിച്ച് തൈരൊക്കെ ഉടയ്ക്കാൻ ഈ സാധനം ഒത്തിരി നല്ലതാണ്. അപ്പം നമ്മൾ ഈ മോരിനെ ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ മോര് 1/2 കപ്പാണ് ഇതിനകത്ത് ഇതുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ വെള്ളം ചേർക്കണം. ഞാനൊരു കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു 250 മില്ലിയോളം ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഒന്ന് കുലുക്കി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിനകത്ത് അറിഞ്ഞിട്ടില്ല, അപ്പോൾ ഒരു കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളം ചേർക്കാം. ഓക്കെ, ഇതാ ഇപ്പോൾ ഈ കപ്പ് നിറഞ്ഞിട്ടുണ്ട് വെള്ളം. ഇനി നമ്മൾ ഈ സ്പൂണും കൊണ്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്ത് ഇതിനകത്തിട്ട് കുറച്ച് കോരി ഉപ്പുണ്ടോ എന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ് ഗൈസ്. ഉപ്പൊക്കെ ഉണ്ട്, ആവശ്യത്തിന് പുളിയെല്ലാം ഉണ്ട്. അപ്പം ഈ സംഭാരം അല്ലെങ്കിൽ ദാഹശമനി എന്ന് പറയുന്ന സാധനം നമുക്ക് കടയിൽ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. എൻ്റെ ഓർമ്മയുണ്ട്, ഞാൻ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് 15 രൂപ കൊടുത്താലും നമുക്കൊരു പാത്രം സംഭാരം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇവിടെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ നമ്മൾ എപ്പോഴും ദാഹം വരുമ്പോൾ മേടിച്ച് കുടിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മേടിച്ച് കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവർ നല്ല സ്പൈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ നിങ്ങളെ ഇത് വീഡിയോ വഴി കാണിച്ചു തന്നത്. ഇത് ദാഹശമനത്തിന് ഒത്തിരി നല്ലതാണ്. തന്നെ അതിനകത്ത് നല്ല പ്രോബയോട്ടിക് ഒക്കെ ഉള്ളത് കൊണ്ടും നല്ല ഓർഗാനിക് ആയിട്ടുള്ള തൈരായതുകൊണ്ടും തന്നെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി കൂളിംഗ് എഫക്റ്റ് കിട്ടും. നമുക്ക് തന്നെയല്ല ചില പിള്ളേർക്ക് അല്ലെങ്കിൽ അഡൾട്ട്സിനായാലും പാല് കുടിക്കാൻ ഇഷ്ടം ഉണ്ടാകത്തില്ല. ചില ആൾക്കാർ ചായയൊക്കെ ആണെങ്കിലും പാലൊഴിച്ച് കുടിക്കുന്നവർക്ക് ഇഷ്ടമില്ല. അപ്പം നമുക്ക് ആവശ്യത്തിന് ശരീരത്തിനുള്ള കാൽസ്യവും വൈറ്റമിൻ ഡി ഒന്നും കിട്ടത്തില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ പാലിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡിയും കാൽസ്യവും ഒക്കെ ആവശ്യത്തിന് കിട്ടുന്നത്. പാല്, അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ബട്ടർ, ചീസ് അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് തൈര് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ, പ്രത്യേകിച്ചും ഈ പാൽ കുടിക്കാത്ത മക്കൾക്കും ഒക്കെ നമുക്ക് ഈ തൈരും കൊണ്ട് ഇങ്ങനെ സംഭാരം വെറും വെള്ളം കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജ്യൂസ്, അതിനകത്തൊക്കെ ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗറൊക്കെ ഉണ്ട്, ഗ്ലൈസീമിക് കണ്ടന്റ് ഒക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഡയബറ്റിക്കിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു ശീലമാക്കുന്നത് നല്ലതാണ്.
നമുക്ക് അപ്പനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം ഒന്നിച്ചിരുന്ന ഇതുണ്ടാക്കി. ഇപ്പം ഞങ്ങളിപ്പോൾ 4 പേരാണ്. അപ്പോൾ ഒരു കപ്പ് ഉണ്ടാക്കി ഞങ്ങൾക്ക് 4 പേർക്കും കുടിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സംഭാരം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂട്ടുകാരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ സംഭാരം ഉണ്ടാക്കാത്തവർക്ക് ഇത് പിന്നെ കാണിച്ചു കൊടുത്താൽ അറിയാമല്ലോ. അങ്ങനെയാണ് ഞാൻ പിടിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.